സത്യത്തിൽ കാൽപന്ത് കളി ലഹരിയാന്ന് പറയുന്നത് ഇതെല്ലാം കൊണ്ടാണ്. ഇന്ന് രാവിലെ ബീച്ചിൽ നടന്നൊരു കളിയാണിത്. അതായത് ഒരാൾ 4 ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പും ഒരു ബോളുമായിട്ട് ബീച്ചിലേക്ക് വരുന്നു. അവരൊരു 3 പേരുണ്ട്. ഗോൾ പോസ്റ്റുകൾ, ഒരു 3 അടിയുടെ ഗോൾ പോസ്റ്റ് വയ്ക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തും. എന്നിട്ട് ആ ബോളുമായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെ നടക്കാൻ വരുന്നവരും ചെറുതായിട്ട് ഓടാൻ വരുന്നവരും അല്ലാതെ ബീച്ച് കാണാൻ വരുന്നവരും രാവിലെയൊക്കെ അവരെല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തി അവരൊരു 2 ടീമുകളാക്കി കളി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത്. അതാണ് ഫുട്ബോളിനോടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കളിക്കാനും ഇഷ്ടമാണ്, കളി കാണാനും ഇഷ്ടമാണ്. ഞാനും കുറേ നേരം ഇങ്ങനെ നോക്കി, എന്താണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊന്നുമില്ല. 2-3 പേര് മാത്രമുള്ളവർ ഇവിടുന്ന് ഒരുമിച്ച് വന്ന് അവർ 4 സ്റ്റമ്പ് എടുത്ത് വെച്ച് ഗോൾ പോസ്റ്റൊക്കെ ആക്കി ബോളുമായി കളിയങ്ങ് തുടങ്ങി. കളി പിന്നെ വാശിയായി, ഭയങ്കരമായി. അവസാനം കളിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എത്രയോ വർഷമുള്ള പരിചയം കണക്കാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും, നാട്ടുകാര്യങ്ങളും, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും എല്ലാമായിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചതാണ്, ഇത് ഫുട്ബോൾ കളി ഒരു മണിക്കൂർ നമ്മൾ കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്തതും ആ ഒരു ബന്ധങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഫുട്ബോൾ കളിക്കൊരു ഭയങ്കര ഇതാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ നിലനിർത്താനും പുതിയ സ്നേഹബന്ധങ്ങൾ തുടരാനും. ഇപ്പോൾ തന്നെ അവർ ഇനി അടുത്ത ഞായറാഴ്ച എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പലരും പല സ്ഥലങ്ങളിലും പലയിടത്തുള്ളതാണ്. ഇന്ന് വെറുതെ ചിലപ്പം ബീച്ചിൽ വന്നതോ അല്ലെങ്കിൽ മക്കളുമായിട്ട് വന്നതോ അല്ലെങ്കിൽ വെറുതെ നടക്കാൻ വന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ പ്രായമൊന്നും ആർക്കും ഒരു പ്രശ്നം കേട്ടോ. ഒരു 14 വയസ്സ് തൊട്ട് 60-65 വയസ്സ് വരെയുള്ളവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചത്. അതാണ് ഏറ്റവും വലിയ വൈബ്. വാശിക്കുന്ന ഒരു കുറവുമില്ല കേട്ടോ. കുറേ ചേട്ടന്മാർ എല്ലാവരും 40-50 വയസ്സ് മുകളിലാണ്. അവർ 3 ഗോളിന് തോറ്റ് നിന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു. മറ്റവർ പറഞ്ഞ് ആ കളി നിർത്താമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിള്ളേരല്ലേ, എന്തിനാണ് കളി നിർത്തുന്നത് പറഞ്ഞാൽ ഭയങ്കര വാശി. അപ്പം ഞാൻ ആലോചിച്ച്, ഇവരിതുവരെയായിട്ടും തളർന്നില്ലേ? മറ്റേ ടീം ഓടി തളർന്ന് ഒരു പക്ഷേ അവിടെ ഭയങ്കര ഡിഫെൻഡിങ് ആണെങ്കിലും അവർക്ക് അവസാനം വരെ കളിച്ചു കേട്ടോ. ഇതാണ് ഫുട്ബോൾ.